അസ്സലാമലൈക്കും മക്കളെ, സുഖല്ലേ നിങ്ങൾക്കെല്ലാം? ഇന്നാ ഞാനിതാ ചെറുനാരങ്ങ നെല്ലിക്ക അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്ന് ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടിട്ട് അടുപ്പത്ത് വെക്കുന്നത്. ഇതിന്റെ ഒപ്പം കപ്പക്കായും ഞാൻ വെക്കുന്നുണ്ട്. മക്കളെ, ഇതാ ഞാൻ കപ്പക്കായ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കപ്പക്കായാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്ക, നാരങ്ങ അച്ചാറിന് മുറിച്ചിട്ട് 1 കിലോ നാരങ്ങ, 10 നെല്ലിക്ക മുറിച്ച് നന്നായി മുറിച്ച് നമുക്ക് ഇട്ട് വെക്കാം. മക്കളെ, ഇത് നന്നായി മുറിച്ച് നെല്ലിക്കയും കപ്പക്കായും ചെറുനാരങ്ങയും എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് വെക്കാം. നന്നായി ഇളക്കിയിട്ട് ഒരു ദിവസം ഇത് റെസ്റ്റിന് വെക്കാം. നമുക്കങ്ങനെ നാരങ്ങയും കപ്പക്കായും അച്ചാറാക്കാൻ തുടങ്ങാം. എണ്ണ ഒഴിക്കുന്ന കടുക് പൊട്ടിക്കാൻ വേണ്ടിട്ട് അതിലേക്ക് 1 സ്പൂണ് ഞാൻ കടുക് ഇടുന്നുണ്ട്. ഒറ്റ 1 സ്പൂണ്. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കറിവേപ്പ് ഇടുന്നുണ്ട്. കറിവേപ്പിട്ട് ഇഞ്ചിയിട്ട് വെളുത്തുള്ളി ഇട്ട് അങ്ങനെ നന്നായി ഒന്ന് വരട്ടെ. ഇതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അച്ചാറിൽ കൂട്ടാൻ വേണ്ടിയിട്ട് 1 പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട്. 1 പച്ചമുളക് മുറിച്ച് അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. ഈ നന്നായി കുറക്കണം. മുളക് പൊടി, ആറ് സ്പൂണ് മുളക് പൊടി, ചെറിയ സ്പൂണിന് 6 സ്പൂണ് മുളക് പൊടി ഇട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഉലുവാവും കടുവും പൊടിച്ചത് നന്നായി ഒന്ന് വറുക്കണം. അതിലേക്ക് കുറച്ച് കായം ഇടുന്നുണ്ട്. കുറച്ചധികം കായം ഇട്ടെങ്കിൽ നല്ല മണം കിട്ടും അച്ചാറ്. കായം ഇട്ട് നന്നായി ഒന്നിത് ഇളക്കി അതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ചാറിയ ചൂടുവെള്ളം ഒഴിക്കാം. തിളച്ച് വേവട്ടെ. കുറച്ച് ഉപ്പ് ഇടാം. നമുക്ക് നാരങ്ങയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിടാം. തിളച്ച് വേവട്ടെ. മക്കളെ, ഇതിലേക്ക് ഇതാ ഞാൻ എല്ലാ നാരങ്ങയും പിന്നെ കപ്പക്കായി നെല്ലിക്ക എല്ലാം കൂടിയിട്ട് ഒന്ന് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ 3 സ്പൂണ് അച്ചാർപ്പൊടി 3 സ്പൂണ് നന്നായി ഒന്ന് ഇളക്കണം. അതിലേക്ക് നമുക്ക് ഒന്നിനി ചേർക്കാനുണ്ട് സിർക്ക. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സിർക്ക വെച്ച് കൊടുക്കാം. നല്ലോണം വേണ്ട, കുറച്ച് മതി. എന്നിട്ട് നല്ല ഈലൊന്ന് അടച്ച് വെക്കാം. നല്ല ഈലി ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സിർക്ക ഒഴിച്ചതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കായപ്പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി കുറച്ച് അധികമായാൽ നല്ല രസം കിട്ടും അച്ചാറിന്. അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി ഇതൊന്ന് മൂടി വെക്കാം. 2 ദിവസം വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
നാരങ്ങ കപ്പക്കായി നെല്ലിക്ക അച്ചാർ റെഡിയായി മക്കളെ. അടിപൊളി അച്ചാർ എല്ലാം പേർക്ക് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് ആർക്കെങ്കിലും അച്ചാർ, ബീഫ് അച്ചാർ, മാങ്ങച്ചാർ, നാരങ്ങ അച്ചാർ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം, ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. മക്കളെ നമ്മളെ നാരങ്ങ അച്ചാർ റെഡിയായി, കപ്പക്കായി നെല്ലിക്ക അച്ചാർ റെഡിയായി. ഇതാ കുപ്പിയിൽ കുറച്ചാക്കി, എൻ്റെ ബാക്കിയെല്ലാം ആക്കാനുണ്ട് അത്ര മക്കളെ. കുറേ ഓർഡർ ഉണ്ട് മക്കളെ. പിന്നെന്ത് വിശേഷം മക്കളെ? നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഭയങ്കര മഴയല്ലേ? മഴയായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വിഷമം മക്കളെ. പിന്നെന്ത് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? പിന്നെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം മക്കളെ. നമുക്ക് അസ്സലാമു അലൈക്കും.